വായിച്ചു തീർക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ആരും കാണാതെ ഈ പുസ്തകം തിരിച്ച് ലൈബ്രറിയിൽ വെക്കാൻ എത്തിയപ്പോൾ ആ പുസ്തകം ഇരുന്നതിന്റെ തൊട്ടടുത്ത് അതേ എഴുത്തുകാരനെ മറ്റൊരു പുസ്തകം ഇരിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന പുസ്തകം അവിടെ വെച്ച് അവൻ രണ്ടാമത്തെ പുസ്തകവുമായി വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസത്തിന് ശേഷം അവൻ ആ പുസ്തകം വായിച്ചു തീർക്കുന്നു. അങ്ങനെ 5-6 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോ അവന് ഈ വായനയുടെ സുഖം മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് വായനയോട് വായന തന്നെ. വായിച്ച് വായിച്ച് പതിയെ പതിയെ സ്കൂൾ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ലാതിരുന്ന ആ കുട്ടി വായിച്ച് പഠിച്ച് പരീക്ഷയൊക്കെ പാസ്സായി കോളേജിലെത്തി ബിരുദം നേടി. 1991 അൽക്കന്നാസിലെ കറുത്ത വർഗ്ഗക്കാരനായ ആദ്യത്തെ ജില്ലാ പ്രോസിക്യൂഷൻ അറ്റോർണിയായി മാറി. പിന്നീട് അവിടെ തന്നെ ജഡ്ജായി വളർന്നു അയാൾ. അദ്ദേഹത്തിന്റെ പേരറിയാമോ? അദ്ദേഹത്തിന്റെ പേരാണ് ഒല്ലീനി. ഈ കഥയില് ഈ ഒല്ലീനിയില് വായനയോട് തോന്നിയ ഭ്രമമുണ്ടല്ലോ, വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കുന്ന മാനസികാവസ്ഥ, അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ലഹരി. എന്തൊന്നാണോ നമ്മൾ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നത്, വീണ്ടും വീണ്ടും കാണാനും കേൾക്കാനും ഉപയോഗിക്കാനും തോന്നിക്കൊണ്ടേയിരിക്കുന്നത്, അതിനെയാണ് ലഹരി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോ വായന ഒരു ലഹരിയാണ്. വായനയാകട്ടെ നമ്മുടെ ലഹരി. ഈ കഥയില് ഒല്ലീനിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അവൻ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചിട്ടുള്ള ഗ്രാനി ടീച്ചർ. അവിടെ ആദ്യമായി പുസ്തകം മോഷ്ടിക്കുന്നത് കണ്ടത് ആ ഗ്രാനി ടീച്ചറായിരുന്നു. അന്ന് ടീച്ചർ അവനെ കൈയോട് പിടികൂടിയില്ല. മറ്റു കുട്ടികളുടെ മുന്നിൽ അവനെ അധിക്ഷേപിച്ചില്ല. അവന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചില്ല. പകരം അവൻ ഏത് പുസ്തകമാണോ എടുത്തുകൊണ്ട് പോയതെന്ന് അന്വേഷിച്ച് അതേ എഴുത്തുകാരന്റെ പുസ്തകങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വെച്ച് അവനെ വായന എന്ന ലഹരിയുടെ അടിമയാക്കി മാറ്റിയത് ആ ഗ്രാനി ടീച്ചർ. അപ്പോ അങ്ങനൊരു ടീച്ചറിനെയാണ് നമുക്കും വേണ്ടത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചവൻ നമുക്ക് എന്തോ ഒരു ദൗത്യം തന്നിട്ടുണ്ട്. അത് നല്ല ഭക്ഷണം കഴിക്കാനല്ല, നല്ല വസ്ത്രം ധരിക്കാനല്ല, നല്ല വീട്ടിൽ താമസിക്കാനല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലത്തിലും ദേശത്തിലും എന്നെ നിങ്ങളെ അടയാളപ്പെടുത്തണം. നമ്മുടേതായ ഒരു പങ്ക്. ഒരു കുയിലിനെ രേഖപ്പെടുത്താൻ ഒരു കൂവൽ മതി. ഇവിടെ ഞാനുണ്ടെന്ന് അറിയിക്കാൻ ഒരു കൂവൽ മാത്രം മതി. പക്ഷേ നമുക്കത് പോരാ. നമുക്ക് ബുദ്ധിമണ്ഡലം കൊണ്ട് കുറേ ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ കുറേ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. രാജ്യത്തിലും സമൂഹത്തിലും നമ്മുടേതായ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. നാളെയുടെ പ്രതീക്ഷകളായി വളർന്നു വരാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിന് ഈ പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറി കാരണമാകട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട്